ചേട്ടാ, ഈ ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണോ ബംഗ്ലാദേശിൻ്റെ മുഹമ്മദ് യൂനിസ്? അല്ല, ഞാൻ ഓർക്കാതെ ചിരിച്ചു പോയത്. ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ മാൽദീവ്സിലെ ഒരു ഉസ്താദ് ഇടയ്ക്ക് ശ്രമിച്ചു. അവസാനം പട്ടിണിയും പരിവട്ടമൊക്കെ ആയിട്ട് ചേട്ടാ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടെ റിപ്പബ്ലിക് ഡേക്ക് മോദി പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, മറ്റേ 500 പറയുന്നില്ലേ, രക്ഷിക്കാൻ ഞാൻ അങ്ങോട്ട് വരണോ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. എന്താണ് ചേട്ടാ, കഞ്ഞി കുടിച്ച് 7 ദിവസമായി ആഹാരം കഴിച്ചിട്ടില്ല. ശരി, അവിടുന്ന് 2 ലക്ഷം ഏക്കർ മറ്റോ വരുന്ന ഒരു സ്ഥലം ദ്വീപ് ഐലൻഡ് ഇന്ത്യക്ക് കൊടുത്തു. അവിടെ എന്തോ ടൂറിസം, ചേട്ടൻ എന്ത് വേണമെങ്കിൽ ചെയ്തോ. ഇത് പണയം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പണയം വെച്ച് കുറച്ച് കാശ് മേടിച്ച ആശയം. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. പറയുമ്പോൾ പറയും അവിടെ മറ്റേ ഇതുണ്ടാക്കാൻ പോകുന്നു, അതുണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. സംഗതി കാശ് ഞാൻ തരാം, കാശല്ലേ നിനക്ക് വേണ്ടത്, പിന്നെ അതിന് അരി വേണം, ശരി അരിയും തരാം, നീ എന്ത് പണയം വെച്ച്, എൻ്റെ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ, അത് പണയം വയ്ക്കുക, ഗഡ്കരി കൊടുക്കുക, ഞാൻ എൻ്റെ ആധാരം മേടിച്ച് വെച്ച് എന്നിട്ട് എന്തെങ്കിലും കാശ് കൊടുക്കുക, കഴിഞ്ഞു പോട്ടെ. ഇതുപോലെ ഈ മുഹമ്മദ് യൂനിസിനെ ഇപ്പം നോക്കാനും ചോദിക്കാനും ആരുമില്ല. ട്രംപ് വന്നു കഴിഞ്ഞ് ഇന്ന് വരെ പുള്ളി ഭൂമിയിലെ സകല കാര്യങ്ങളെപ്പറ്റി ഡെയിലി പൊങ്ങച്ചടിക്കും. ബട്ട് ബംഗ്ലാദേശിനെ പറ്റി, ബംഗ്ലാദേശ് എന്നുള്ളൊരു വാക്ക് പുള്ളി ഉച്ചരിച്ചിട്ടില്ല. അത് മാത്രമില്ല. അപ്പോൾ യൂനിസ് നോക്കി കഴിയപ്പെടാൻ ഞാൻ നോബൽ സമ്മാനമൊക്കെ മേടിച്ച് ജോ ബൈഡൻ്റെ ഒപ്പമായിരുന്നു ദിവസവും അത്താഴം. വൈകുന്നേരം ആകുമ്പോൾ ഫ്ലൈറ്റ് കയറി അമേരിക്കയിൽ പോയിട്ട് ബൈഡൻ്റെ കൂടെ അത്താഴവും കഴിഞ്ഞിട്ട് രാവിലത്തെ ഫ്ലൈറ്റിന് തിരിച്ചു വരും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് ഞാൻ ഇപ്പോൾ ഈ പട്ടി വിലയായി. നോക്കുന്നില്ല. അധികാരഭ്രഷ്ടനാക്കാൻ ശ്രമം എന്നൊക്കെ പറഞ്ഞ് ഇതിനെങ്കിലും ആൾ വേണ്ടേ, അതുമില്ല. നാട് വിടാനായിട്ട് പുള്ളി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. സ്വീഡനിലോ സ്റ്റോക്ക്ഹോമിൽ പോകും, ഇംഗ്ലണ്ടിൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്, നീ വരുന്നെങ്കിൽ വാ, വന്നിട്ട് പോകുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന്. പ്രത്യേകിച്ചൊരു സ്വീകരണമില്ല. യൂനിസിന് സ്വാഗതം എന്നൊക്കെ പറയണ്ടേ, ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലിന് സ്വാഗതം, ഇങ്ങനെയൊന്നും ആരും പറയുന്നില്ല. സ്വിറ്റ്സർലൻഡിൽ വരുന്ന വന്നിട്ട് പോകുക, അതിനിപ്പോൾ എന്താണ്, ഒരു വിലയില്ല. അപ്പോഴാണ് ചൈനയോട് സംസാരിച്ചത്. ചൈനയ്ക്കൊരു സ്വഭാവമുണ്ട്, ആരെയും അവർ കൈവിടുകയില്ല. സഹായം അഭ്യർത്ഥിക്കുന്ന ആരെയും ചൈന കൈവിടുകയില്ല. അവനെ അങ്ങോട്ട് ഹിന്ദിയിൽ കങ്കാൾ എന്ന് പറയില്ല, അസ്ഥികൂടമാക്കിയിട്ട് ആയിരിക്കും പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ബംഗ്ലാദേശിന് തൊട്ടിപ്പുറത്ത് ത്രിപുരയിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു പാലം നമ്മൾ പണിഞ്ഞു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനാണത്. 4000 കോടി രൂപയായി ആ പാലത്തിന്. അപ്പോൾ ഈ സാധനം ബംഗ്ലാദേശിലും ഉണ്ട്. വെള്ളം ഇതിലേക്ക് ഒഴുകി പോവുകയല്ലേ. ബംഗ്ലാദേശിൽ പാലം പണിയാനായിട്ട് അവരുടെ കാശില്ല, അതുകൊണ്ട് അവർ ചൈനയെ കൊണ്ട് പാലം പണി. 35,000 കോടി രൂപ, ഇതേ നീളമുള്ള പാലം. നമ്മളോട് ഇപ്പോൾ 4,000, നമ്മൾ ചെയ്തപ്പോൾ 4,000. നമ്മളുമായിട്ട് വഴക്കാണ് ബംഗ്ലാദേശ്. നമ്മളോട് പറഞ്ഞില്ല, നിങ്ങളില്ലെങ്കിലും ഞാൻ പാലം പണിയോടാ, ചൈനയോട് പറഞ്ഞു. ചൈനയുടെ ബില്ല് 35,000 കോടി. 4,000 കോടിക്ക് ഒരു 6 ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ തന്നെ 24,000 കോടി. 35,000 കോടിയാണ് ചൈന. വളരെ കോസ്റ്റ്ലിയാണ് ചൈന. അവരെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരും, ഭയങ്കര കോസ്റ്റ്ലി. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 0 താരിഫ് ട്രേഡ് നടത്താം. ഞാൻ അങ്ങോട്ട് അയക്കുന്നതിന് നിങ്ങൾക്കും താരിഫ് അപ്ലൈ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇങ്ങോട്ട് തരുന്നതിനും താരിഫ് വേണ്ട. ചൈന പറഞ്ഞു, ഓ ആവാമല്ലോ. കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഇവനെ എക്സ്പോർട്ട് ചെയ്യാൻ എന്താ പോകുന്നത്? ഒന്നുമില്ല, ഇമ്പോർട്ടാണ്. അപ്പോൾ ചൈനീസ് സാധനം മേടിക്കും. അവൻ അറുത്ത് മുറിച്ച്, ഈ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയുടെ പുറത്താണല്ലോ താരിഫ് വരുന്നത്. ഈ വില ഇവൻ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കരാർ എഴുതി ഒപ്പിടുകയും ചെയ്തു. വേറെ ആരും തരാനുമില്ല, കിട്ടുന്ന വാങ്ങിച്ചേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലിൻ കൂടാക്കിയിട്ട് അസ്ഥികൂടമാക്കിയിട്ട് വിടും ചൈന. ചൈനയ്ക്ക് ഇതിൽ യാതൊരു താല്പര്യമില്ല എന്നുള്ളത് ഏകദേശം. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്തൊരു അപകടം ഞാനിന്ന് ഇംഗ്ലീഷ് പത്രങ്ങളിൽ കണ്ടത്, ഒരു വിദേശ രാജ്യ തലവനാണോ ഇല്ലെന്നുള്ള വേറെ പ്രശ്നം, മറ്റൊരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ മൂന്നാമതൊരു രാജ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയില്ല. ഇന്ത്യക്ക്, നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ 7 സംസ്ഥാനങ്ങൾക്ക് കടൽ മാർഗം ബന്ധപ്പെടാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ
സിലിഗുരി ചിക്കൻ നെക്കിൻ്റെ ഒരു ഭീഷണി, ആ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത്. അത് പോയാൽ 7 സംസ്ഥാനം ഇന്ത്യക്ക് പോയി എന്നൊരു ഇൻ്റർപ്രിട്ടേഷൻ വന്നിട്ടുണ്ട്. അവൻ്റെ അപ്പൂപ്പനെ വിറ്റ കാശ് ചില്ലറയാക്കി മോദി പോക്കറ്റിലിട്ടിട്ടുണ്ട്. ബർമയിലെ സിദ്ധ്വേ പോർട്ട്, ഇത് നമ്മുടെ ത്രിപുരയുടെ അതോ മിസോറാമിൻ്റെ ഒരു വാല് പോലെ ഇങ്ങനെ നീണ്ടു കിടക്കും. മിസോറാമിൻ്റെ അവിടെ നിന്ന് 280 കിലോമീറ്റേഴ്സാണ് സിദ്ധ്വേ പോർട്ട്. ബർമയുടെയാണ്. ആ പോർട്ട് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യ, വിത്ത് ദ പെർമിഷൻ ഓഫ് ബർമ ആൻഡ് അരക്കൻ ആർമി. കാരണം ആ സാധനം പ്രാക്ടിക്കലി അരക്കൻ ആർമിയുടെ കയ്യിലാണ്. അരക്കൻ ആർമി അത് കുഴപ്പമൊന്നുമില്ല, ചേട്ടൻ ഓപ്പറേറ്റ് ചെയ്തു സിദ്ധ്വേ പോർട്ട്. ഇതിൽ നമ്മുടെ ട്രാഫിക് മുഴുവൻ നടക്കും. ലാൻഡ് ലോക്ക്ഡ് ഏരിയ, ശരിയാണ്, ലാൻഡ് ലോക്ക്ഡ് ഏരിയ. അത് മാത്രമല്ല, ഉത്തർപ്രദേശ് ലാൻഡ് ലോക്ക്ഡാണ്. ഉത്തർപ്രദേശിൽ എന്താ കടൽ തീരമുണ്ട്, പോർട്ടുണ്ട്. ഈ ജീവിക്കുന്നില്ലേ യോഗി ആദിത്യനാഥ്? ബീഹാറിനിവിടെ പോർട്ടുള്ളത്. പക്ഷേ ഇത് 7 സംസ്ഥാനങ്ങൾ പൂർണ്ണമായും ഈ സിലിഗുരി കോറിഡോർ ഇല്ലാതായാൽ ഒറ്റപ്പെട്ടു പോകും. സിലിഗുരി കോറിഡോർ ഇല്ലാതായാലല്ലേ ഒറ്റപ്പെടുന്നത്? അത് ഇല്ലാതായിട്ടില്ലല്ലോ. പക്ഷേ ഹിമന്തയൊക്കെ വലിയ ആശങ്ക പറഞ്ഞിട്ടുണ്ട്. ഹിമന്ത ആശങ്കയല്ല, മര്യാദയ്ക്ക് ഇരുന്നോളണം എന്ന് പറഞ്ഞു. ബദൽ മാർഗം നമ്മൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ബദൽ മാർഗം ചിറ്റഗോങ് ഇങ്ങോട്ട് എടുക്കും, ഇത്രയേ ഉള്ളൂ. ചിറ്റഗോങ് സത്യം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്നുള്ള കിഴക്കൻ പാകിസ്ഥാനിൽ ചിറ്റഗോങ് ഇല്ല. അത് ഹിന്ദു ഭൂരിപക്ഷമാണ്. 1ഉം 2ഉം അല്ല, 93% ഹിന്ദു ഭൂരിപക്ഷം. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് നടത്തിയ ഒരു ഓപ്പറേഷനാണ് ചിറ്റഗോങ് അപ്പുറത്തേക്ക് പോകുന്നത്. ചിറ്റഗോങ്ങിൽ ആദ്യം ഉയർത്തിയത് നമ്മളുടെ ത്രിവർണ്ണ പതാക തന്നെയായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. 3 ദിവസം കഴിഞ്ഞപ്പോൾ അത് അങ്ങനെയല്ല, പാർട്ടീഷൻ ഇത് ഇപ്പുറത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടാണ്. അന്നത്തെ ബഹളത്തിൽ അതങ്ങനെ പോയി. ഇതാണ് സംഭവം. അല്ലെങ്കിൽ ചിറ്റഗോങ് ഇപ്പുറത്തിരിക്കേണ്ടതാണ്. ഇപ്പോഴും ചിറ്റഗോങ് പിടിച്ചെടുക്കാൻ നമുക്ക് വലിയ ഇതൊന്നുമില്ല, വലിയ പണിയൊന്നുമില്ല. ഇവനെന്ത് ചെയ്യുമെന്നാണ്. ഇവനൊരു സപ്പോർട്ടും ചൈന കൊടുക്കാൻ. ചൈനയ്ക്കൊരു സ്വഭാവമുണ്ട്, ഈ കച്ചറയെ മാത്രം തൊടുകില്ല. ഇത് ഇസ്ലാമിക തീവ്രവാദി. അവരുടെ അവിടുത്തെ ഇസ്ലാമിനെ അവർ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചൈന, ജപ്പാൻ, ഇവരാരും ഈ സാധനത്തെ കൊടിൽ കൊണ്ടുപോലും തൊടില്ല. ജപ്പാനിൽ എന്താ ഇസ്ലാമിക തീവ്രവാദം ഇല്ലാത്തത്? ബാക്കി എന്തും ജപ്പാൻ സഹിക്കും, ഈ ചരക്കിനെ ജപ്പാൻ തൊടിയിക്കില്ല, ചൈനയും തൊടിയിക്കില്ല. അതല്ല ഈ സിങ്കിയാങ് മുസ്ലിം എന്നൊക്കെ. ഇവിടുത്തെ ഏതെങ്കിലും മേത്തൻ ചൈനയെ വിമർശിച്ചൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? ഇവർ പാലസ്തീൻ അവിടെ ചുമ്മാ പച്ചയ്ക്ക് കൊന്നുകളയാണ് ചൈന. വലിയ ബോംബ് വെച്ച് പള്ളി തകർക്കും. കഴിഞ്ഞ ദിവസം ട്വിറ്ററിലൊരു ഫോട്ടോ ഉണ്ട്, ഒരു മോസ്ക് ഇടിച്ചു പൊളിച്ചിട്ട് ടോയ്ലറ്റ് ആക്കി. അങ്ങനെയാണ് അവർ സൈക്കോളജിക്കലി അങ്ങ് തീർത്ത് കളയാണ്. തടവിലിടുന്നു, എന്തെല്ലാം ചെയ്യുന്നു. ഈ ബംഗ്ലാദേശിൽ വന്നിട്ട് ഈ കച്ചറ നടക്കുക വന്നിട്ട് അവർക്ക് എന്ത് വേണം? ചൈനയ്ക്ക് എന്താ തുറമുഖമില്ലേ? സ്ഥലം കുറവുണ്ടോ ചൈനയ്ക്ക്? ചൈനയുടെ 1/3 പോലും അവർ ഉപയോഗിക്കുന്നില്ല, ഇത്രയും വലിയ ജനസംഖ്യ ഉണ്ടായിട്ടും. അപ്പം അടുത്ത കാലത്താണ് നമ്മളവരെ ജനസംഖ്യയിൽ ഓവർടേക്ക് ചെയ്തത്. അല്ലാത്തപ്പം ചൈനയായിരുന്നു, കുറച്ച് കാലം മുമ്പ് വരെ ചൈനയായിരുന്നു നമ്പർ 1. അത്രയും ഉണ്ടായിട്ട് പോലും 1/3 ചൈനയാണ് അവരെ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. ബാക്കി സ്ഥലം വെറുതെ കിടക്കുക. കുറേ അധികം മഞ്ഞ് മൂടിയിട്ട് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ്. അതാണ് ചൈന. ആ ചൈന എന്തിനാണ് ബംഗ്ലാദേശിൽ വന്ന് തലവയ്ക്കുന്നത്? അല്ല, അപ്പോൾ ചൈനയ്ക്ക് താല്പര്യമുള്ള അരുണാചൽ പോലെയുള്ള മേഖലകൾ ഉണ്ട് ഈ 7 സ്റ്റേറ്റിൽ. അവർക്ക് താല്പര്യമൊന്നുമില്ല. അവർ നമ്മളും അവരും തമ്മിൽ ഉടക്കിലാണ്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ചൈന ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളെ എൻഗേജ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. മാപ്പ് മാറ്റി വരച്ച് പ്രദർശിപ്പിക്കും. അരുണാചൽ പ്രദേശിൽ നിന്നുള്ളവർക്ക് വിസ വേണ്ട. അതെന്താ ചേട്ടാ? അവർ നമ്മുടെ ആൾക്കാരല്ലേ, അവർ ചൈനക്കാർ തന്നെയാണ്. അവർ വന്നിട്ട് പോട്ടെ, വിസയൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ചൊറിയും, നമ്മളെന്തെങ്കിലുമൊക്കെ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇപ്പം ഈ 2020 സ്ഥിതി പുനഃസൃഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞ് കരാറും ഒക്കെ ഒപ്പിട്ടല്ലോ, എല്ലാം സമാധാനമായി. ബട്ട് ആ സാധനം ആക്ച്വലി നടന്നിട്ടില്ല. ഇപ്പോഴും കരാർ മാത്രമേ പിന്മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, മുഴുവനായിട്ടില്ല. മുഖാമുഖം നിൽക്കുകയാണ് ഇന്ത്യയും ചൈനയും. 1ഉം 2ഉം അല്ല, 50,000 പട്ടാളക്കാർ. ചൈന അത് പ്രതീക്ഷിച്ചില്ല. ഇത്ര ചെറിയൊരു കാര്യത്തിന് 50,000 പേര് ഇറങ്ങുന്നു. ഇറക്കണമെന്ന് രാജ്നാഥ് സിംഗ് പറയുമ്പോൾ പോയി വെല്ലുവിളികളാണ്. എന്താ വരുന്നത് കാണാൻ. അവിടെ അങ്ങനെ പോയിട്ട് നടുവിന് കൈ കൊടുത്ത് നിൽക്കുകയാണ്.
ഒരടി നീ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അടി കിട്ടും. പുറകോട്ട് പോകുന്ന കരാറുണ്ട്, പുറകോട്ട് മാത്രമേ നീ ഇനി ചലിക്കാവുള്ളൂ. അങ്ങനെ കുറേശ്ശെ അതാണ് നമ്മൾ തമ്മിലുള്ള ടെൻഷൻ. അപ്പോൾ ആ ടെൻഷൻ നിലനിർത്തുന്നത് ചൈനയുടെ ഹിസ്റ്റോറിക്കൽ ഡ്യൂട്ടിയാണെന്ന് ചൈന കരുതുന്നു. അവർ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ അങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഒന്നുമില്ലെങ്കിൽ പ്രസ്താവന വഴി ചൊറിയും. നിസ്സാര സംഗതികളാണ്. വാട്ട് അബൌട്ട് ചൈന എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ജയശങ്കറിൻ്റെ ചില ജസ്റ്ററുണ്ട്. വാട്ട് അബൌട്ട് ചൈന എന്ന് ചോദിക്കുമ്പോൾ വിച്ച് കൺട്രി? ചൈന. ചൈന എന്ന് വെച്ചാൽ അങ്ങനെ ഒരു രാജ്യത്തെ ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ച് എന്ത് രാജ്യം എന്നാ പറഞ്ഞേ ഇങ്ങനെ ചോദിക്കുക. കണ്ടാ കളി, കണ്ടില്ലെങ്കിൽ കാര്യം. ആരെങ്കിലും പറയണം ചൈനയെ ഇങ്ങനെ കൊച്ചാക്കും. അയ്യോ, ഞാൻ കൊച്ചാക്കിയതല്ല, അങ്ങേര് പറഞ്ഞത് ഞാൻ കേട്ടില്ലപ്പ, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയും. ബട്ട് മെസ്സേജ് ഈസ് ക്ലിയർ. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ ഫോർ യു എന്നുള്ളത് ഈ ഒരു ഏത് രാജ്യം എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ധ്വനിയാണ്. അതൊരു ഡിപ്ലോമാറ്റിക് വേ ഓഫ് ഇൻഫോമിങ് ദം ദറ്റ് യു ആർ യൂസ്ലെസ്, വി ഡോണ്ട് കൺസിഡർ. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുഹമ്മദ് യൂനിസ് തൻ്റെ പ്രസക്തി ലോകത്തെ ബോധ്യപ്പെടുത്താനായിട്ട് ചൈനയുമായിട്ട് സംസാരിച്ചു. ലാൻഡ് ലോക്ക്ഡ്, ഇന്ത്യക്കകത്തെ പോട്ടെ, നേപ്പാൾ, ഇത്രയും ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. വേറെ രാജ്യമില്ല, ഇല്ല, ഒരു ആക്സസ്സും ഇല്ല അവർക്ക്. ആരാണ് അവർക്ക് ആക്സസ് കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ എങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട് നേപ്പാൾ എന്ന രാഷ്ട്രം നിൽക്കുന്നു. അവിടെയും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇതൊക്കെ നടക്കണ്ടേ? നമ്മളുടെ പാരാദ്വീപ് സീപോർട്ട് എക്സ്ക്ലൂസീവ്ലി നേപ്പാളിലെ സാധനങ്ങൾ വരാനും പോകാനുമാണ്. നമ്മുടെ ഇപ്പുറത്ത് ബംഗ്ലാദേശിൻ്റെ ഇപ്പുറത്തുണ്ടല്ലോ നമ്മളുടെ കൽക്കട്ട കഴിഞ്ഞാൽ ഹൽദിയ ഓയിലിൻ്റെ പോർട്ടാണ്, എക്സ്ക്ലൂസീവ്ലി ഓയിലിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പാരാദ്വീപ്, അത് കഴിഞ്ഞാൽ കട്ടക്ക്. നമുക്ക് എത്ര പോർട്ടാണെന്ന് വിചാരം? പക്ഷെ നമ്മൾ ഇതൊക്കെ നേപ്പാളിൽ നിന്ന് പാരാദ്വീപിൽ കൊണ്ടുവന്ന് എക്സ്പോർട്ട് ചെയ്യാമെങ്കിൽ ആസാമിൽ നിന്ന് ചിക്കൻ നെക്ക് വഴി കൽക്കട്ടയിൽ കൊണ്ടുവന്ന് എക്സ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ സിദ്ധ വഴി എക്സ്പോർട്ട് ചെയ്യും. വി ആർ ഡൂയിങ് ഇറ്റ് നൗ. ഇതെല്ലാം ശരിയാണ്. പക്ഷെ നമ്മൾ ഈ ബംഗ്ലാദേശ് ഇഷ്യൂ കുറേ കാലമായി നമ്മുടെ നാട്ടിൽ ഒരു ബേണിംഗ് ഇഷ്യൂ ആണ്. ആളുകൾക്ക് വലിയ ആങ്സൈറ്റി ഉണ്ട്, വിഷമമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ജനുവരി 20 കഴിയട്ടെ, ട്രംപ് വരട്ടെ, ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റം വരും. പിന്നെ മാത്രമല്ല, അതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ, മോദി പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഒരു വിശ്വാസമായിരുന്നു, നമ്മളുടെ ഒരു പ്രതീക്ഷ. ബംഗ്ലാദേശിൻ്റെ കാര്യം മോദി തീരുമാനിക്കുന്നു, ട്രംപും പറഞ്ഞു. കാര്യമൊക്കെ ശരി. നമ്മൾ ഈ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ താമസിപ്പിച്ചിരിക്കുന്നു. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഷെയ്ഖ് ഹസീനയുടെ ആദ്യത്തെ ടാർഗറ്റ് ഇംഗ്ലണ്ടായിരുന്നു. ഇംഗ്ലണ്ട് റെഫ്യൂസ്ഡ്, പറ്റില്ല എന്ന് പറഞ്ഞു. നമ്പർ 2 ആയിട്ടാണ് അവർ മോദിയോട് ചോദിക്കുന്നത്. മോദി പറഞ്ഞു ചേച്ചിയുമായി താമസിച്ചു. അല്ല, അതിൻ്റെ മെസ്സേജ് അറിയാമല്ലോ. യെസ്, ഐ നോ വെരി വെൽ. മെസ്സേജ് എന്താണ്? ഏതൊക്കെ ലോകരാഷ്ട്രത്തെയാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്, ആരൊക്കെയാണ് പേഴ്സണാലിറ്റീസ്, ഒരു കുഴപ്പമില്ല. അതിർത്തിയിൽ വന്നു. അവിടെ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റിൽ അഗർത്തലയിൽ കൊണ്ടുവന്നു. അഗർത്തലയിൽ നിന്ന് ഡൽഹി. ഷീ ഈസ് ദെയർ സംവെയർ ഇൻ ഡൽഹി. എക്സാക്ട് ലൊക്കേഷൻ ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കുന്നുണ്ട്, വീഡിയോ ഇറക്കുന്നുണ്ട്. ഷീ ഈസ് ഇൻ ഡൽഹി. ദിസ് ഈസ് ദ മെസ്സേജ് ടു ബംഗ്ലാദേശ് ദാറ്റ് നിങ്ങൾ പരമശത്രുവാണ് എന്ന് ഡിക്ലെയർ ചെയ്ത് ഓടിച്ച സ്ത്രീയെ ഞങ്ങൾ സുരക്ഷിതമായിട്ട് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നു. ഇനി എന്താ ചെയ്യാൻ പോണേ? വാട്ട് ഈസ് യുവർ പ്ലാൻ? ഒരു പ്ലാനും ഇല്ല. എന്ത് ചെയ്യണമെന്ന് ബംഗ്ലാദേശിന് ഒരു വിവരവും ഇല്ല. അങ്ങനെ കിടന്ന് കുഴയട്ടെ എന്നാണ് മോദിയുടെയും തീരുമാനം. കാരണം അതിൽ തൊട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ നോക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് തൊടാം. അല്ലെങ്കിൽ തൊടാതെ അവിടെ ഇത് തന്നെത്താനെ ഒരു ജനാധിപത്യ സർക്കാർ വരികയാണെങ്കിൽ വരട്ടെ. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും അവാമി ലീഗും വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ കൂട്ടായിട്ട് മത്സരിക്കുകയോ, അവരുടെ എന്തോ പിള്ളേർ പാർട്ടി ഉണ്ടാക്കിയിട്ട് അവർ മത്സരിക്കാൻ പോകും. എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനമൊക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. നമ്മളുടെ അതിർത്തി നമ്മൾ സുരക്ഷിതമാക്കി കഴിഞ്ഞു. ഏകദേശം ഒരു 4% ഇനിയും ബാക്കിയുണ്ട് എന്ന് 2 മാസം മുമ്പത്തെ റിപ്പോർട്ടാണ് 4% ബാക്കിയുള്ളത്. ഇപ്പോൾ എത്ര കഴിഞ്ഞു എന്നറിയില്ല. കാരണം നമ്മളത് ഡബിൾ സ്പീഡിലാക്കാൻ തീരുമാനിച്ചിരുന്നു, അതിർത്തി സീൽ ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ ഒന്നും ഒറ്റയൊക്കെ കയറിയൊക്കെ വരുന്നൊക്കെയുണ്ട്.
ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ടെറൈനാണ്. കുറച്ച് നുഴഞ്ഞു കയറ്റം. ഇപ്പോൾ യൂനുസ് ഈ പറഞ്ഞിരിക്കുന്നത് ഒരു മാധ്യമ ശ്രദ്ധ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മാധ്യമ ശ്രദ്ധയിലൂടെ അമേരിക്കയ്ക്കൊരു മെസ്സേജ്, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു, പക്ഷേ എന്നെ നോക്കാൻ ചേട്ടനുണ്ട്. വേലുത്തമ്പി ഇല്ലെങ്കിൽ പപ്പുത്തമ്പി ഉണ്ടറാ എൻ്റെ കൂടെ. പപ്പുത്തമ്പി ഇത് കേൾക്കാൻ എന്നാലും നമ്മുടെ ഇവിടെ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷം ഉൾപ്പെടെ യൂനുസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് ഇറക്കാമോ എന്നൊക്കെ ചോദിച്ച് കാണും. എല്ലാം ഒരു ധാരണയായിരിക്കും, അറേഞ്ച് ഡ്രാമയായിരിക്കും. എനിവേ മോദി ഈസ് അൺഫേസ്ഡ് ഇൻ ദിസ് ബംഗ്ലാദേശ് കേസ്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടപെടാവുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അത് വെച്ച് വേണമെന്ന് നേരം കുറിച്ചാൽ മാത്രം മതി. നേരം കുറിക്കുന്നത് അതല്ല, അവർ ഒരു ജനാധിപത്യ രാജ്യമായിട്ടൊക്കെ വരികയാണെങ്കിൽ വന്നോട്ടെ. ഈ അമ്മച്ചി തിരിച്ചു പോയിട്ട് അവിടെ വീണ്ടും പ്രധാനമന്ത്രിയാകുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. തിരിച്ചു പോകാനുള്ള സാഹചര്യം ഒരുങ്ങണം. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇടയിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഈ എ സ്ട്രോങ് പാകിസ്ഥാൻ ഈസ് ഗുഡ് ഫോർ ഇന്ത്യ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ബട്ട് ഇറ്റ് സീംസ് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനില്ല. മോദിയുടെ തീരുമാനം നമ്മളുടെ അയൽവക്കക്കാരെല്ലാം വീക്കായിരിക്കണം. മാൽദീവ്സ് വീക്കാണ്, ശ്രീലങ്ക വീക്കാണ്, ബംഗ്ലാദേശ് വീക്കായിരിക്കണം. പ്രത്യേകിച്ചൊരു തീരുമാനവും സംഗതിയും ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ 3 നേരം കഞ്ഞി കുടിക്കുകയില്ല, ഒരു നേരം കഷ്ടിച്ച് പ്രാണം കിടക്കുന്ന രീതിയിൽ അങ്ങനെ കിടക്കട്ടെ. അതിൻ്റെ പിന്നിലൊരു പ്ലാൻ ഉണ്ടാവും, സ്ട്രാറ്റജി ഉണ്ടാവും. ഇപ്പം നേപ്പാൾ ആ സ്ഥിതിയിലെത്തിയില്ലേ. നേപ്പാളിൽ ഇപ്പോൾ രാജാവിനെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ഭരണകൂടം രാജാവിനെ അറസ്റ്റ് ചെയ്യുന്നു. രാജാവ് തിരിച്ച് അധികാരത്തിൽ വരണം. നേപ്പാളിനെ സംബന്ധിച്ച് 17 വർഷമായി അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിച്ച ഒരു രാജാവിനെയൊക്കെ തല്ലി ഓടിച്ചിട്ട് ജനാധിപത്യ സർക്കാരും വന്നു. 13 സർക്കാർ 17 വർഷത്തിനിടയ്ക്ക്. 18 ഒരു ഇതും ഒരു തീരുമാനവും മുറിച്ച സംഗതിയും ഒന്നുമില്ല. മനുഷ്യന് ജോലിയില്ല, ആ കൂടെ പ്രശ്നത്തിൽ. അപ്പോൾ അത് ഒരു വീക്കായിട്ട് നേപ്പാൾ നിൽക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ അയൽവക്കം വീക്കായിട്ട് നിന്നാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് മോദി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ബംഗ്ലാദേശും തൊടാതെ ഇങ്ങനെ അത് കഞ്ഞി കുടിച്ചും കുടിക്കാതെയും പട്ടിണി കിടന്നും ഇച്ചിരി വെള്ളം കൊടുത്തും ഒക്കെ ഇങ്ങനെ നിർത്തി. ചാവാൻ സമ്മതിക്കില്ല, ജീവിക്കാനും സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അതൊരു ഇറ്റ് കുഡ് ബി സ്ട്രാറ്റജി. പക്ഷേ അത് നല്ല സ്ട്രാറ്റജി അല്ല എന്ന് വാദിക്കുന്ന ഡിഫൻസ് എക്സ്പെർട്സ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ അയൽവക്കത്തുള്ളവരൊക്കെ ശക്തരായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ അതിശക്തന്മാർ നമ്മളെ ഒന്നും ചെയ്യില്ല. അതിശക്തന്മാരെ നേരിടാൻ ഇപ്പോൾ പുടിൻ മോദിയുടെ നല്ല ഫ്രണ്ടാണ്. റഷ്യയിൽ നമുക്ക് ത്രെറ്റൊന്നുമില്ല. ചൈനയുമായിട്ട് നമ്മളിങ്ങനെ തട്ടിയും തടഞ്ഞും ഒക്കെ നിൽക്കുന്നു. ഇവരാണല്ലോ അതിശക്തന്മാർ. പിന്നെ ഈ അതിശക്തന്മാരെ ഇപ്പം പേടിക്കേണ്ട കാര്യം എന്താ? ഒരുത്തനെ നമുക്ക് നേരിടാനറിയാം, മറ്റേത് നമ്മുടെ കൂടെയാണ് താനും. അപ്പോൾ ഏതായാലും നമുക്ക് ഈ പെട്ടെന്ന് നമ്മൾ പ്രഥമ ദൃഷ്ടിയെ കാണുന്നതിനപ്പുറത്ത് വായിച്ചെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതോ എവോൾവ് ചെയ്ത് വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.